ആഘോഷം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ 5 ഇന്ദ്രിയങ്ങളും ആഘോഷിക്കണം. ആ 5 ഇന്ദ്രിയങ്ങൾക്കും ആഘോഷം എന്ന് പറഞ്ഞാൽ കണ്ണിന് ആഘോഷമാവണമെങ്കിൽ നല്ല കളർഫുള്ളായുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കാണുക. വയറിന് ദഹിപ്പിക്കാൻ പറ്റുന്നതും ഊർജം പകരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. വീട്ടിൽ ധാരാളം തിന്നാനുണ്ടെങ്കിൽ അത് മുഴുവൻ തിന്നായിരിക്കുക. പ്രകൃതിയിൽ സകല ജീവജാലങ്ങളും ആഘോഷിക്കുന്നു. വീട്ടുമുറ്റത്തെ കൊന്നമരം ആഘോഷിക്കുന്നു. അവസാനം കൃത്യമായിട്ട് ആ സമയം വരുന്ന സമയത്ത് ധാരാളം പൂക്കൾ അതിൽ ഉണ്ടാകുന്നു. രാവിലെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആഘോഷിക്കുക. ആ ആഘോഷം എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ആമാശയത്തിനോ ഒന്നും ദോഷം ചെയ്യരുത്. നിലവിൽ കഴിഞ്ഞ് ആഹാരം കഴിക്കുകയോ തോന്നിവാസം കാണിക്കുകയോ അതിവേഗത്തിൽ വാഹനം ഓടിക്കുകയോ അല്ല ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഘോഷം ആണ്. ഓണത്തിന് മക്കൾ വിദേശത്ത് വന്നാൽ അവിടെ എതിർവശത്തെ കസേരയിലിരുന്നു. എന്നിട്ട് അവർക്ക് പറയാനുള്ളതും അച്ഛന് പറയാനുള്ളതും പറയലാണ് ആഘോഷം. അടുക്കളയിൽ നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അമ്മയോട് ബാക്കി കാര്യങ്ങളൊക്കെ മകൾ പറയുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയ കാര്യം കേൾക്കാനുള്ള നമുക്ക് ആഗ്രഹം. നമുക്ക് ചെറിയ കാര്യങ്ങൾ കേൾക്കാനാണ് ആഗ്രഹം, അവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പം ഇന്ന് ആഘോഷം എന്ന് പറഞ്ഞാൽ തെറ്റായി ധരിക്കരുത്. അതിനെ ഏതൊന്നിനെയും അതിൻ്റെ നൈസർഗികമായ ഭാവത്തിലേക്ക് വിടുന്നതിൻ്റെ പേരാണ് ആഘോഷം. നമ്മൾ ഉമ്മറത്തെ കസേരയിരിക്കുന്നു, സുഹൃത്ത് കയറി വരുന്നു, ആ പുഞ്ചിരിയാണ് ആഘോഷം.